Good morning, Namaste, Pranam to all brothers and sisters. I am Dr. Divakaran Cochin. My subject is medical science and astrology. Today I am going to speak about the ബുദ്ധിരേഖ. മലയാളത്തിലും ഇംഗ്ലീഷിലും പറയുന്നുണ്ട്. ഇംഗ്ലീഷ് അറിയില്ലാത്തവർക്ക് മലയാളത്തിൽ അത് മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ കൈകളിൽ ഉണ്ടാകുന്ന പ്രധാന രേഖകളിൽ ഒന്നാണ് ബുദ്ധിരേഖ. ആയുർരേഖയോട് കൂട്ടിമുട്ടി ഉരുമി പുറപ്പെട്ട് നേരെ കുജമണ്ഡലത്തിൽ വന്നു ചേരുന്ന ഒരു രേഖയാണ് ബുദ്ധിരേഖ. ബുദ്ധിരേഖയുടെ ക്രമരൂപം. ബുദ്ധിരേഖ ചാഞ്ഞു കാണുന്ന ചതുരഹസ്തത്തിൽ മറ്റു രേഖകൾക്ക് പ്രഭാവം പോകുമെങ്കിലും ഈ രേഖയ്ക്ക് മാറ്റുകൂട്ടുവാനായിട്ട് ഇടയുണ്ട്. കൂർത്ത കൈകളിൽ ബുദ്ധിരേഖ ചാഞ്ഞു കിടന്നാൽ മേൽപ്പറഞ്ഞ ഫലം ലഭിക്കില്ല. ആധ്യാത്മിക ഹസ്തത്തിലും ചാഞ്ഞ ബുദ്ധിരേഖയ്ക്ക് ഫലം കുറവാണ്. ബുദ്ധിരേഖയിൽ കറുത്ത പുള്ളി ബുദ്ധിമാന്യത്തെയും ബുദ്ധിഭ്രമത്തെയും പ്രതിനിധീകരിക്കുന്നു. ബുദ്ധിരേഖ നല്ലതുപോലെ വളഞ്ഞു കണ്ടാൽ കുടിലത. ബുദ്ധിരേഖ ക്രമം വിട്ട് ചാഞ്ഞു കണ്ടാൽ ചിത്രരചന, സംഗീതം, നൃത്തം, യന്ത്രകലകളിൽ, യന്ത്രപ്രവൃത്തികൾ, മെക്കാനിക്കൽ എഞ്ചിനീയറൊക്കെ ആണെങ്കിൽ അയാൾ നന്നായിട്ട് ശോഭിക്കാനായിട്ട് സാധിക്കും. നല്ലവണ്ണം പടം വരയ്ക്കുന്ന ഒരാൾ ആയിട്ട് അയാളെ കണക്കാക്കാവുന്നതാണ്. കലാപരമായിട്ട് അയാൾക്ക് നന്നായിട്ട് ശോഭിക്കാനായിട്ട് കഴിയും. ജാതി അനുസരിച്ച് വിജയിക്കും. ബുദ്ധിരേഖ നന്നായി ചരിഞ്ഞു കണ്ടാൽ തത്വചിന്ത, കൽപ്പനാവൈഭവം, സ്വാർത്ഥ താല്പര്യം. കൽപ്പനാവൈഭവം ഉള്ളതുകൊണ്ട് അയാൾക്ക് നല്ല ഭാവനയിലൂടെ കവിതകൾ രചിക്കുവാനും അതോടൊപ്പം തന്നെ നോവലുകൾ, കഥകളെല്ലാം ഉണ്ടാക്കുവാനും അത് നന്നായിട്ട് പ്രചാരം നേടുവാനും സാധിക്കും. ബുദ്ധിരേഖ ശൃംഖലയായി കണ്ടാൽ ബുദ്ധിമാന്യം, ബലഹീനത ഇവ അനുഭവപ്പെടും. ബുദ്ധിരേഖ ക്രമം വിട്ട് ചരിഞ്ഞ് ചന്ദ്രമണ്ഡലത്തിൽ പിളർന്ന് കണ്ടാൽ സാഹിത്യാദി കലകളിൽ പ്രാവീണ്യം നേടുവാനും നിരൂപണ സാഹിത്യത്തിലൊക്കെ നല്ലവണ്ണം പ്രവർത്തിക്കാനൊക്കെ സാധിക്കും. ശാസ്ത്രകലകളിൽ അഭിരുചിയുള്ള വ്യക്തിയായിരിക്കും. ബുദ്ധിരേഖ ചൂണ്ടാനിലിൻ്റെ താഴെയായി കൈത്തല പാർശ്വത്തിൽ നിന്നുദ്ഭവിച്ച് കൈവെള്ള വട്ടം കടന്ന് ചെറുവിരലിനടിയിലായി എത്തുകയാണെങ്കിൽ, പാർശ്വം വരെ നീണ്ടു കിടക്കുകയാണെങ്കിൽ അയാൾ സ്വന്തം കാര്യങ്ങൾക്കും വേണ്ടി മാത്രം ബുദ്ധി ശക്തി ഉപയോഗിക്കുന്നതായിരിക്കും. അയാൾ സ്വാർത്ഥനായിരിക്കും. ബുദ്ധിരേഖ ശനിമണ്ഡല ചുവട്ടിലായി മറഞ്ഞു കണ്ടാൽ അപമൃത്യു ഉണ്ടാകുവാനായിട്ട് ഇടയുണ്ട്. ഇയാൾ അപകടത്തിൽപ്പെട്ട് മരിക്കും. ബുദ്ധിരേഖ തുടൽ പോലെയോ മുറിഞ്ഞു കാണുകയോ കണ്ടാൽ മറവി നിമിത്തം അയാൾ ചെയ്യുന്ന പ്രവൃത്തികൾ പൂർത്തീകരിക്കുവാൻ കഴിയാതെ വരും. ബുദ്ധിരേഖ കൈവെള്ളയുടെ മധ്യഭാഗം വരെ മാത്രമേ ഉള്ളുവെങ്കിൽ കാഴ്ചയിൽ കാണാത്തതൊന്നും വിശ്വസിക്കാത്തതും അയാളുടെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടാൽ മാത്രമേ അയാളത് വിശ്വസിക്കുകയുള്ളൂ. അല്ലാത്ത കാര്യങ്ങളൊന്നും അയാൾ വിശ്വസിക്കുവാൻ പ്രയാസമായിരിക്കും. ബുദ്ധിരേഖയേക്കാൾ നീളം കൂടിയ ഹൃദയരേഖ കണ്ടാൽ വിചാരാദികളിൽ ബുദ്ധി കുഴഞ്ഞു മറയും. ബുദ്ധിരേഖ ഹൃദയരേഖയും ഏറ്റവും അടുത്തു കണ്ടാൽ മേൽപ്പറഞ്ഞ ലക്ഷണം തന്നെ പറയാവുന്നതാണ്. ബുദ്ധിരേഖയിൽ നിന്നൊരു ശാഖ ഹൃദയരേഖയിൽ മുട്ടിയാൽ പലവിധ തെറ്റുകൾ ചെയ്ത് കുഴപ്പങ്ങളുണ്ടാകുകയും പലവിധ ശിക്ഷകൾ അനുഭവിക്കാനൊക്കെ അയാൾക്ക് ഇടവരും. ഇരട്ട ബുദ്ധിരേഖ ബുദ്ധിശക്തിയും മനഃശക്തിയും കൂടും. ദയ, ശാന്തസ്വരൂപം, ക്ഷമ, സഹനശക്തി, വിവേകം എന്നിവ ഏറിയിരിക്കുവാനായിട്ട് ഇടയുണ്ട്. ധനലാഭം ഉണ്ടാക്കുവാനും സാധിക്കും. ബുദ്ധിരേഖയിൽ നിന്നൊരു ശാഖ വ്യാഴമണ്ഡലത്തിൽ ഒരു നക്ഷത്രവുമായി സമ്മേളിച്ചാൽ ബഹുമുഖമായിരിക്കുന്ന വിജയം നേടുവാനായിട്ട് അയാൾക്ക് സാധിക്കും. അയാൾ എന്താഗ്രഹിച്ചാലും അതെല്ലാം ആഗ്രഹ സാഫല്യം ഉണ്ടാകുവാനായിട്ട് സാധിക്കും. ബുദ്ധിരേഖയിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ശാഖകൾ ഹൃദയരേഖയിൽ കടന്നാൽ പ്രേമത്തെക്കാൾ മോഹത്തിന് വില കൽപ്പിക്കും. ബുദ്ധി ആയുർരേഖകൾ കൂട്ടായി പുറപ്പെട്ട് ഇടയ്ക്ക് വെച്ച് വേർപിരിഞ്ഞു കണ്ടാൽ അല്പബുദ്ധിയായും അതിലജ്ജാലുവായും
സഹനശക്തി കുറവുള്ള ആളായിട്ടും പറയേണ്ടി വരും. ബുദ്ധിരേഖ നീണ്ടു ചരിഞ്ഞ് മൂലഭാഗം ഉയർന്ന് വിസ്താരമായി ചന്ദ്രമണ്ഡലത്തിലേക്ക് കണ്ടാൽ ബുദ്ധിരേഖയും ആയുർരേഖയും യോജിച്ചു തന്നെ നിൽക്കുകയും കണ്ട് എന്തും സഹിക്കുവാനും എന്തും ക്ഷമിക്കുവാനുമുള്ള കഴിവ് അയാൾക്കുണ്ടാകും. ഏതു കാര്യത്തിലും അയാൾ സൂക്ഷ്മതയുണ്ടാവുകയും കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിക്കുവാനായിട്ട് അയാൾക്ക് കഴിയും. ബുദ്ധിരേഖയും ആയുർരേഖയും യോജിച്ചിരിക്കുന്ന ഹസ്തം പതിഞ്ഞ വ്യാഴമണ്ഡലവും പുഷ്ടമായ ശനിമണ്ഡലവും ഉള്ളെങ്കിൽ പെട്ടെന്നുള്ള നിരാശ, കോപം, സംഭ്രാന്തി, വിഭ്രാന്തി മുതലായവ ഉണ്ടാകുവാൻ ആതുരാവസ്ഥയിൽ മനസ്സുമെടുത്ത് ആത്മഹത്യ ചെയ്യും. ബുദ്ധിരേഖ ചരിഞ്ഞ് ആഴത്തിൽ വ്യത്യാസപ്പെട്ട മേലോട്ട് പോയി എത്തിയും എത്താതെയും ഒരു വിധി ബുധമണ്ഡലത്തെ ഉണ്ടാവുകയും ചെയ്താൽ, പെരുവിരൽ നീണ്ട് ചടച്ചിരിക്കുകയും ചെയ്താൽ അധികാര ദുർവിനിയോഗം ചെയ്യുവാനായിട്ട് സാധിക്കും. സർവവിധ ദുഷ്കർമ്മങ്ങളും അയാൾ ചെയ്യും. ഒടുവിൽ ഗത്യന്തരമില്ലാതെ കൊലയാളിയായി തീരുവാനായിട്ട് ഇടവരും. ബുദ്ധിരേഖ സ്ഥാനം വിട്ട് നേർത്ത് വളഞ്ഞ് മുകളിലേക്ക് കയറി നിന്നാൽ ജന്മസിദ്ധമായ വഞ്ചന, കുടിലത ഇവ അയാളിൽ പ്രകടമാകും. ബുദ്ധിരേഖ മേൽപ്രകാരം ശുക്രമണ്ഡലം ഉയർന്നും പൊങ്ങിയും ഇരുന്നാൽ മൃഗീയമായ പെരുമാറ്റങ്ങൾ, മടിക്കാത്തവനായിട്ടും രാക്ഷസ സ്വഭാവമുള്ളതായ ആളുമായിട്ട് ഭവിക്കുവാൻ ഇടവരും. ബുദ്ധിരേഖ ഉയർന്ന് ബുധമണ്ഡലത്തിലോ മറ്റു സ്ഥാനങ്ങളിലോ ചെന്നാൽ കൊലപാതകവും ഒടുവിൽ ആത്മഹാനിയും മാനഹാനി മുതലായവ ഉണ്ടാകുവാനായിട്ട് അയാൾക്ക് ഇടവരും. ബുദ്ധിരേഖ ഹൃദയരേഖകൾ ശനിമണ്ഡലത്തിൽ ചുവട്ടിൽ അവസാനം വരെ വന്നാൽ 25-ാമത്തെ വയസ്സിൽ അയാൾ കൊലപാതകയാകും. ബുദ്ധി ഹൃദയരേഖകൾ ശനിയുടെയും സൂര്യൻ്റെയും മണ്ഡലങ്ങൾക്കിടയിൽ സന്ധിച്ചാൽ 35-ാമത്തെ വയസ്സിൽ അയാൾ കൊലപാതകം നടത്തുവാനായിട്ട് ഇടവരും. ബുദ്ധിരേഖ പെരുവിരലിനോട് മുകളിലേക്ക് കുജമണ്ഡലത്തിലെ ഒരു നക്ഷത്രത്തിൽ നിന്ന് ഉത്ഭവിച്ചാൽ അയാൾ ബുദ്ധിരേഖയും ശനിമണ്ഡലത്തിൽ ചുവട്ടിലും വന്നു നിന്നാൽ 25 വയസ്സിനകം അയാൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാകും. പറഞ്ഞാൽ ഭ്രാന്ത് പിടിക്കുവാനായിട്ട് ഇടവരും. അങ്ങനെ നമുക്ക് ബുദ്ധിരേഖയെ കൊണ്ട് പല വിധത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. നമ്മുടെ കൈകളിലായിട്ട് the general observations of the lines on the hand are given below. Deep and shining lines indicates a wealthy life. Shallow and faint lines show misery. The deep and lovely lines denotes wealthy life and charity. Distracted and broken lines show loss of health and wealth. Lines with of shoots show worries and difficulties. The lines which are not uniform, thin for some length and thick thereafter, and also the lines which do not follow their normal course denote the unusual life, loss of money and always troubles in life. Taking into consideration our subject of the marriage, we are discussing here the line of life. The line of life is the map of the natural course of a person's life. It basically denotes the health of the person during the various periods of the life and is physical strength in general. The length, the depth and the continuity of the line shows the quality of physical strength. A good line of life should take a graceful curve to the mound of Venus and come down towards the rest in its course on the hands. When this line runs close to the thumb and thereby reduces the size of the mound of Venus,
which checks the operation of the mount. It is a bad formation. Such person may be sensuous, but they are called unsympathetic, lack in sexual desire, as well as attraction for the opposite sex. From the marriage point of view, the point needs consideration. In other words, before fixing the marriage, it is necessary to make a study of this line. In almost all hands, the lines of life is found. However, there may be a great variation in its length. The absence of this line on the hand simply denotes that the life of the person is always in danger. Such a person is delicate and can and never have a robust health. A big thump and a touching the line of life can help prolong the line span of a person. Instead of normal development of the line of life, if it sweeps into the palm, englobes a greater portion of the mound of Venus, it is an indication of excess vitality and greater sex urge. Such a person enjoys happiness through parents and lives in long life. In a successful marriage, the health of the partner is on one of the important factors, and from this point of view, this can be a good formation of line of life. A good start for the line of life is from the bottom of the Jupiter mount, quite independent of the headline, but still very near to it. The starting point of the line should be sharp and slightly pointing to the mount of Jupiter. Such a formation will give the line all the good aspects of the Jupiter mount, such as honesty, honor, prestige, etc. When the line of life starts well high on the mount of Jupiter, it shows great ambitious nature, and if it starts still higher, it denotes dictatorship and cruelty in a large number of hands. However, the formation shown the may not be found. Instead of a line from the life of line, it goes towards to the mount of Jupiter, which is having the same meaning. When the line of life runs close in the second palm edge of the thumb, and if there is a star at the intersection of the lines of the head and Mercury, it shows childlessness and difficulty in child hair. The when the line of life starts from the positive mount of Mars, it shows struggle and hardships. It also shows poor health and a few opportunities in life. When the line of life is pointed to the headline and both the lines run together for some distances, it shows extreme sensitivity, difference, and timidity.
A powerful thumb can save the person from such a bad situation. Such a person is likely to meet with failure in his married life. When there is a small gap between the life and the head at their start, it shows an independent nature and the person free to carry out his plans and ideas. However, if such a gap is wide, that is more than 2 mm, then it shows too much of independency. Such a person is not guided by reason or intelligence. He is too impatient and obstinate and commits mistakes always in life. These defects can be counterbalanced by the weak developed second phalange of the thumb, not the fingers, or by the stiff thumb. Such a formation of the line denotes unhappiness in married life and a temptation to have close friends of the opposite sex. We have seen above the various formations of lifeline in relation to its starting position on the hand. Now we will see some important formations of the lines in relation to its ending positions on the hand. Thank you very much. If you like my subject, please subscribe it and the bell button switch on. I'll come tomorrow with other subject.